ഭയം എന്നത് ഒരു അടയാളമാണ്. ദൈവം നമുക്ക് നൽകുന്ന ഒരു അടയാളം. ഭയത്തിലൂടെ ദൈവം നമ്മോട് എന്തോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് എന്തോ ഒരു തകരാറുണ്ടെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ അത് വിശ്വാസക്കുറവായിരിക്കും. അതുമല്ലെങ്കിൽ അത് വികലമായ വിശ്വാസമായിരിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തകർച്ചകളും കേടുപാടുകളും സംഭവിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാം വാക്യം. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഭയത്തിൻ്റെ ഒരു കാരണമാണ് വിശ്വാസത്തിലെ കുറവും തെറ്റായ വിശ്വാസങ്ങളും. ഇത് പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ക്രിസ്തുവാണ് യഥാർത്ഥമായ ആഴമായ വിശ്വാസം നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും പ്രാർത്ഥിക്കാം. യേശുവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അനുഭവിക്കുന്ന ഭയത്തിൻ്റെ മേഖലകളിലൂടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതെല്ലാം പരിഹരിച്ചു തരണമേ. വിശ്വാസ ജീവിതത്തിൽ വളരുവാനും അങ്ങയിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ആഴപ്പെടുവാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ദൈവിക പുണ്യങ്ങളിൽ ആദ്യത്തേതായ വിശ്വാസത്തിൻ്റെ വരവും ശക്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയുറച്ച വിശ്വാസത്തോടെ അവയെ നേരിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ചിന്താധാരകളെയും വിചാരവികാരങ്ങളെയും ലൗകിക ബന്ധനങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ നിർവീര്യമാക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നാം എല്ലാവരോടുകൂടെയും നമ്മുടെ കുടുംബങ്ങളോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൽ മാതൃക നൽകി നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുള്ള എല്ലാ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ജീവിത മാതൃക നമുക്കെല്ലാവർക്കും ആത്മീയ പ്രചോദനങ്ങൾ നൽകി നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ വരം, വലിയ പരിശുദ്ധാത്മശക്തി നമുക്കെല്ലാവർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.